collective noun. Third one is collective noun. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ കളക്റ്റീവാണ്. നൗൺ കളക്റ്റീവാണ്. നേവി ഈസ് റെഡി ടു വർക്ക്. നേവി ഈസ് റെഡി ടു വർക്ക്. ഹിയർ നേവി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആയിട്ട്. ഇറ്റ് ഡസ് നോട്ട് ഷോ എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ പെർട്ടിക്കുലർ തിങ്. ഇറ്റ്സ് എ നേവി. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കളക്റ്റീവ് നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ക്രൗഡ്. CROWD. ക്രൗഡ്. ക്രൗഡ്. കമ്പനി ഈസ് എ കളക്റ്റീവ് നൗൺ ആണ്. അതുപോലെ മറ്റു കമ്പനി മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് ബോർഡ്സ് ആൻഡ് അതർ തിങ്സ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കളക്റ്റീവ് നൗൺ. പീപ്പിൾ. സോ ഡിഫറെൻറ്റ് പീപ്പിൾ ആർ ദർ. And this board, BORD, board, the collective noun ആണ്. So sometimes it becomes collective noun. So a navy is ready to work. Here navy is a collective noun. Cattle is a collective noun. Cattle is a collective noun. Okay. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയല്ല, ഒരു വസ്തുവല്ല, മറിച്ച് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കൂടി കലർന്ന, ഒരേ സ്വഭാവമുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി കലർന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. കളക്റ്റീവ് നൗൺ. ഓക്കെ. അപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഒരേ സ്വഭാവമുള്ള ഒന്നാണെന്ന് പരിഗണിക്കപ്പെടുന്ന വസ്തുക്കളുടെ കൂട്ടം. It's a collection or number of group of things, person, places, and person takes together and considers one. മൊത്തത്തിൽ നമ്മൾ അതിനെ ഒന്നായിട്ട് പരിഗണിക്കുക. എക്സാമ്പിൾ: ക്രൗഡ്, ക്ലാസ്, നേവി, ആർമി, മോബ്, ഗാങ്, ടീം, ജൂറി, ഫാമിലി, ഹേർഡ്, കമ്മിറ്റി, ഓഡിയൻസ്, പബ്ലിക്, ക്യാബിനറ്റ്, ഗ്രൂപ്പ്, കമ്പനി, സൊസൈറ്റി, സെനറ്റ്, ബോർഡ്, എക്സെട്ര. ഇതൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട്. എക്സാമ്പിൾ: ക്രൗഡ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സും സ്വഭാവമൊക്കെ ഒന്ന് തന്നെയായിരിക്കാം. ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഏകീകൃത രൂപമാണ് കുറച്ച് ആളുകളുടെ. നേവി, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ സെയിം തിങ്. ആർമി, മോബ്, ജനക്കൂട്ടം. ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ ജനക്കൂട്ടത്തിൽ ഒരു മനഃശാസ്ത്രമാണ് ഉണ്ടാവുക യഥാർത്ഥത്തിൽ, സൈക്കോളജി. അപ്പോൾ ഗാങ് മീൻസ് വി ആർ ഇൻഡിക്കേറ്റിംഗ് എ പെർട്ടിക്കുലർ ഗാങ്, ദ പീപ്പിൾ. Team is also has its own power, its own view, and its own activities. So it is called team. Jury is also there. Family has its own form and its own coordination. Herd, committee, audience, public, cabinet, ഇതൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ ഏകീകൃത രൂപമുള്ളത് കൊണ്ട് അതിന് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ നമ്പർ ഓർ ദ കളക്ഷൻ ഓഫ് ദ പീപ്പിൾ or the place or thing which has its own uniqueness or its own unity or uniqueness, whatever. So collective noun is all. രണ്ടാമത്തത് common noun. എന്താണ് കോമൺ നൗൺ എന്ന് പറഞ്ഞ്? കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. സണ്ണി ഈസ് എ സ്മാർട്ട് ബോയ്. സണ്ണി ഈസ് എ സ്മാർട്ട് ബോയ്. ഈ സണ്ണി എന്ന് പറയുന്നത് നൗണാണ്, ബോയ് എന്ന് പറയുന്നത് നൗണാണ്. സണ്ണി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗണും ബോയ് എന്ന് പറയുന്നത് ഒരു കോമൺ നൗണുമാണ്. എന്തുകൊണ്ടാണ്? ഒരു കോമൺ ഇതിനെയാണ് നമ്മൾ ബോയ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് ഒരാൾ ഉദ്ദേശിക്കുന്നതാണ് സണ്ണി. അപ്പോൾ സണ്ണി ഈസ് എ സ്മാർട്ട് ബോയ്. സണ്ണി എന്നുള്ളത് പ്രോപ്പർ നൗണും ബോയ് എന്നുള്ള മൊത്തത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് കോമൺ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ. മറ്റൊരു ഉദാഹരണം: അമേരിക്ക ഈസ് എ ഡെവലപ്ഡ് കൺട്രി. Okay. America is also noun and country is also noun.
So America is a proper noun and country is a common noun. Country is the common noun. At the same time, Sunny is a smart boy. Okay, he is a good man. He is a good man. He is a good man. He is a noun. Man is also noun. അപ്പോൾ he എന്നുള്ളത് ഒരു പ്രോപ്പർ നൗണും മാൻ എന്നുള്ളത് ഒരു കോമൺ നൗണുമാണ്. അപ്പോൾ പ്രോപ്പർ നൗണും കോമൺ തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് പ്രോപ്പറായിട്ട് പറയുന്നു, സോ വി ആർ ഇൻഡിക്കേറ്റിംഗ് എ പ്രോപ്പർ പേഴ്സൺ, എ പ്രോപ്പർ പ്ലേസ് ഓർ പ്രോപ്പർ തിങ്. അറ്റ് സെയിം ടൈം കോമൺ നൗൺ ഇൻഡിക്കേറ്റ്സ് എ കോമൺ തിങ്, കോമൺലി എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. അതാണ് വ്യത്യാസം. അപ്പോൾ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ. ഓക്കെ, മറ്റൊരു ഉദാഹരണം. Ganga. Ganga is a holy river. Holy river. Ganga is a holy river. Here it is. Ganga is a proper noun and a river is a common noun. Arjun is the best boy. Arjun is the best boy. So Arjun is proper noun, boy is common noun. Proper noun, common noun. Okay. Okay, common noun നമ്മൾ girl, boy, girl, women, men or man, whatever may be, ഇതൊക്കെ നമ്മൾ കോമൺ നൗണായിട്ട് ഉപയോഗിക്കുന്നു. ഹീസ് എ ഗുഡ് മാൻ എന്ന് പറയുമ്പോൾ ഹീ പ്രോപ്പർ നൗണും മാൻ എന്ന് പറയുന്നത് കോമൺ നൗണുമാവുന്നു. ഓക്കെ.